ഫ്രണ്ട്സ് മിസ്സിസ് നെയ് എന്ന് പറയുന്നത് ഫോൺ ചെയ്യാൻ പോയ അച്ഛനും അമ്മയും കേട്ട് മിസ്സിസ് നെയ്യോ? അപ്പോഴാണ് ഡോക്ടറിനെ വിളിക്കാൻ പോയ ഫ്രണ്ട് ഡോക്ടറിനെയും കൂട്ടി വരുന്നത്. അതിൽ പിന്നെ അച്ഛനും അമ്മയും ബാക്കിയൊന്നും ചോദിക്കാതെ അവിടെ നിന്നും പോകും. അങ്ങനെ പുറത്തിറങ്ങിയ അവർ വരാന്തയിലൂടെ നടക്കുമ്പോൾ അമ്മ ചോദിക്കും, നെയ്യിൻ്റെ ഫ്രണ്ട്സ് എന്താ ഒരു മിസ്സിസ് നെയ്യിനെ പറ്റിയൊക്കെ പറയുന്നത്? നമ്മുടെ മോൻ ആരെങ്കിലും കണ്ടുവച്ചിട്ടുണ്ടോ? അതിൽ അച്ഛൻ പറയും, അവൻ്റെ സ്വഭാവം അനുസരിച്ച് ഒരു ചാൻസും ഇല്ല. അവനിതുവരെ ഒരു പെണ്ണിനോട് ഒരു തരത്തിലുള്ള ബന്ധവും നമ്മൾ കണ്ടിട്ടില്ല. പിന്നെ എങ്ങനെ എത്ര പെട്ടെന്ന് അവൻക്കൊരു പാർട്ട്ണറൊക്കെ ആകുക? എൻ്റെ അഭിപ്രായത്തിൽ അറ്റ്ലീസ്റ്റ് അവനക്കൊരു 40 വയസ്സാകുമ്പോഴായിരിക്കും അവനൊക്കെ വിവാഹം കഴിക്കുക. നിങ്ങൾ എന്തൊക്കെയാണ് നമ്മളെ മോനെപ്പറ്റി പറയുന്നത്? പക്ഷെ നിങ്ങൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഞാൻ അംഗീകരിക്കുന്നുണ്ട്. എന്നാലും അവർ എന്താകും മിസ്സിസ് നെയ് എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത്? എനിക്ക് തോന്നുന്നത് അത് ചിലപ്പോൾ അവർ കളിക്കുന്ന ഗെയിമിലെ വല്ല യൂസർ നെയിമും ആയിക്കൂടെ? ഇപ്പോഴത്തെ കാലത്ത് അങ്ങനത്തെയൊക്കെ യൂസർ നെയിമാണ് ട്രെൻഡ്. പിന്നെ ഒരു ദിവസം എന്നോട് ലിറ്ററേച്ചറിൻ്റെ പ്രൊഫസർ പറഞ്ഞിരുന്നു, ഒരു ഫേമസ് ആയിട്ടുള്ള റൈറ്ററിന് വരെ ഏതോ ഒരു ലോജിക്കില്ലാത്ത നാമത്തിലാണ് അറിയപ്പെടുന്നതെന്ന്. റൈറ്ററിന് അങ്ങനത്തെയൊക്കെ പേരിടുമ്പോൾ പിന്നെ ഒരു ഗെയിമിൽ മിസ്സിസ് നെയ് എന്നിടുന്നതാണോ ഇത്ര വലിയ വിഷയം? ചുരുക്കി പറഞ്ഞാൽ ഞാൻ മനസ്സിലാക്കിയത് മിസ്സിസ് നെയ് എന്നത് ആരോ തമാശയ്ക്ക് വേണ്ടി ഗെയിമിലിട്ട യൂസർ നെയിമാണ്. അങ്ങനെ ആകാനും ചാൻസ് ഉണ്ട്. അതിൽ അച്ഛൻ പറയും, നമുക്ക് എന്തായാലും ഇപ്പോഴൊന്നും ഒരു മരുമകളെ കിട്ടാൻ ചാൻസ് ഇല്ല. അതുകൊണ്ട് നീ അതൊന്നും കേട്ട് ആലോചിച്ച് കാട് കയറാൻ നിൽക്കണ്ട. അങ്ങനെ അവരതും പറഞ്ഞു പോകും. നെയ്യിൻ്റെ ഫ്രണ്ട്സ് ഫുഡ് കഴിക്കാൻ വേണ്ടി റെസ്റ്റോറൻറ്റിൽ വന്നിരിക്കുകയാണ്. എന്നിട്ട് വെയിറ്ററിനോട് ചോദിക്കും, നിങ്ങൾ ഹോസ്പിറ്റലിൻ്റെ അടുത്തുള്ള റെസ്റ്റോറൻറ്റ് ആയതുകൊണ്ട് നിങ്ങൾക്ക് അറിയുമായിരിക്കും ഈ തലയിൽ പരിക്കേറ്റ പേഷ്യൻ്റൊക്കെ എന്ത് തരത്തിലുള്ള ഫുഡാണ് കഴിക്കാറ്. അതിൽ വെയിറ്റർ പറയും, മത്സ്യത്തിൻ്റെ തല കൊണ്ടുള്ള സൂപ്പാണ് സാധാരണ കഴിക്കാറ്. അതിൽ അവൻ അതും പിന്നെ കുറച്ച് വെജിറ്റേറിയൻ ഐറ്റംസും ഓർഡർ ചെയ്യും. അത് കണ്ട് ഫ്രണ്ട്സ് ചോദിക്കും, അത്രേ ഉള്ളോ? നമ്മൾ വെജിറ്റേറിയൻ ഫുഡ് മാത്രമാണോ കഴിക്കുന്നത്? എൻ്റെ അടുത്ത് ക്യാഷ് കുറവാണ്. നെയ്യിൻ്റെ ഡാഡിയും മമ്മിയും എന്നെ കുറ്റപ്പെടുത്തിയിട്ടില്ല എന്ന് വിചാരിച്ച് എനിക്ക് അവൻ്റെ ഹോസ്പിറ്റൽ ബില്ല് അടയ്ക്കണമെന്നുണ്ട്. അതിനുവേണ്ടി ഞാൻ മാറ്റി വെച്ചിരിക്കുകയാണ് എൻ്റെ അടുത്തുള്ള ക്യാഷ് ഫുള്ള്. അതിന് നീ എന്തിനാ ടെൻഷൻ ആകുന്നത്? കുറച്ചൊക്കെ ഇൻഷുറൻസ് കൊണ്ട് കവർ ചെയ്യും. അതെ, ശരിയാണ്, ഇൻഷുറൻസ് കിട്ടും. ആണോ? അത് കേട്ട് അവന് കുറച്ച് സമാധാനമായി. എന്നിട്ട് കുറച്ച് നോൺ വെജ് ഐറ്റംസ് കൂടെ ഓർഡർ ചെയ്യും. അങ്ങനെ ഫുഡും കൊണ്ട് അവർ ഹോസ്പിറ്റലിലോട്ട് പോകുമ്പോൾ ഒരു ഫ്രണ്ട് ബാക്കിയുള്ളവരോടായിട്ട് പറയും, ഞാൻ നിങ്ങളോട് മാത്രമായി കുറച്ച് കാര്യങ്ങൾ പറയണേ. ഇന്നു മുതൽ ഞാൻ ഫുള്ള് നെയ്യിനോട് കടപ്പെട്ടിരിക്കും. ഈവൻ ഞാൻ മരിച്ചു പോയാൽ പോലും എൻ്റെ ജീവിതം ഇനി അവൻക്കുള്ളതാണ്. അത് കേട്ട് ഫ്രണ്ട്സ് ചോദിക്കും, നിനക്കെന്താ വട്ടായോ? നിങ്ങൾക്കത് പറഞ്ഞാൽ മനസ്സിലാവില്ല, കാരണം നിങ്ങൾ മരണത്തെ മുഖാമുഖം കണ്ടിട്ടില്ല. എന്നാൽ അങ്ങനെ ഒരു സിറ്റുവേഷനിൽ നെയ് ചെയ്തതെന്താണെന്നറിയോ? അവനും അപകടത്തിൽ പെടുകയാണ് എന്ന് അറിഞ്ഞിട്ടും അവൻ എന്നെ രക്ഷപ്പെടുത്താൻ നോക്കി. അവൻ്റെ ജീവനേക്കാളും വാല്യുബിൾ ആണോ അവൻക്ക് എൻ്റെ ജീവൻ? എനിക്കൊരു കാര്യം തീർത്തും പറയാം, അവനെ നമുക്ക് ഫ്രണ്ടായി കിട്ടിയത് നമ്മുടെ ഭാഗ്യമാണ്. പണ്ടൊക്കെ അവനേക്കാളും ബെസ്റ്റാകാൻ ഞാൻ മത്സരിച്ചിരുന്നു. ഇപ്പോൾ എനിക്ക് അതിൽ കുറ്റബോധമുണ്ട്. നമ്മളെല്ലാവരും അവനെ കണ്ട് അസൂയപ്പെട്ടിട്ടുണ്ട്. പക്ഷേ അവനാണെങ്കിൽ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല. എനിക്കിപ്പോൾ ശരിക്കും മനസ്സിലായി അവൻക്ക് നമ്മളൊക്കെ എത്ര പ്രിയപ്പെട്ടതാണെന്ന് എന്നും പറഞ്ഞ് അവൻ അങ്ങ് കരയാൻ തുടങ്ങും. അത് കണ്ട് ഫ്രണ്ട്സിനും കരച്ചിൽ വരുന്നുണ്ട്. കുറച്ച് ദിവസം അവൻ കോമയിൽ കിടന്നപ്പോൾ ഞാൻ ശരിക്കും വിചാരിച്ചിരുന്നു, എനിക്കെന്തിന് ഈ ഭാഗ്യം തന്നത്? ആ മരത്തിലിടിച്ചതിന് പകരം ശരിക്കും ട്രക്കിനിടിച്ച് എന്നെയും കൂടെ അങ്ങ് കൊണ്ടുപോയി കൂടായിരുന്നു എന്ന്. എന്നിട്ട് അവൻ ഭയങ്കര കരച്ചിൽ കരയാണ്. നീ ഒന്ന് സമാധാനിക്ക്. എങ്ങനെ സമാധാനിക്കാനാണ്? ഞാൻ കാരണം അവനെങ്ങാനും മരിച്ചു പോയിരുന്നെങ്കിലോ എന്നൊക്കെ പറഞ്ഞ് കൺട്രോൾ വിട്ട് കരയാണ്. നീ എന്തിനാ ഇപ്പോൾ ഇങ്ങനെ കരയുന്നത്? ഭാഗ്യം കൊണ്ട് അവന് ചെറിയ പരിക്കുകളല്ലേ ഉള്ളൂ. 2 ദിവസം കൊണ്ട് ഡിസ്ചാർജും ആകും. പിന്നെന്തിനാ? എനിക്കതൊന്നും മറക്കാൻ പറ്റുന്നില്ല. ഇന്നു മുതൽ നെയ് എന്ത് പറഞ്ഞാലും ഞാൻ അനുസരിക്കും. എന്നോട് ബിൽഡിങ്ങിൽ നിന്ന് ചാടാൻ പറഞ്ഞാലും വെള്ളത്തിലോട്ട് ചാടാൻ പറഞ്ഞാലും എന്തും ഞാൻ അനുസരിക്കും, ഒരു എതിരും പറയാതെ. അതിൽ ഫ്രണ്ട് അവനോട് പറയും, നീ പറയുന്നതൊക്കെ എനിക്ക് മനസ്സിലാകുന്നുണ്ട്. എന്നാലും ഞാൻ പറയാം, നെയ് ഒരിക്കലും നിന്നോട് ബിൽഡിങ്ങുമെന്നും വെള്ളത്തിൽ നിന്നൊന്നും ചാടാൻ പറയില്ല. പിന്നെ ഒരു കാര്യം കൂടി, നിനക്ക് നെയ്യിനെ നിൻ്റെ ലൈഫിൽ വേണം എന്ന് അത്രയ്ക്ക് നിർബന്ധമാണെങ്കിൽ സൂക്ഷിച്ചോ, അവൻക്ക് ഓൾറെഡി ഒരു വൈഫുണ്ട് എന്നും പറഞ്ഞ് അവനെ കളിയാക്കുകയാണ്. അതിൽ അവനും ചിരിച്ചുകൊണ്ട് പറയും, ഞാൻ സീരിയസ് ആയിട്ടാണ് പറയുന്നത്. എനിക്കറിയാം, നീ അത് വിട്. വാ, നമുക്ക് വേഗം പോകാം. ഇല്ലെങ്കിൽ കാർ ആക്സിഡൻറ്റിൽ നിന്ന് സർവൈവ് ചെയ്ത നെയ് വിശന്നിട്ട് മരിക്കും. അങ്ങനെ അവർ പോകാൻ നിൽക്കുമ്പോൾ, ഒരു മിനിറ്റ്, എൻ്റെ കണ്ണ് കണ്ടിട്ട് കരഞ്ഞ പോലുണ്ടോ? ചുവന്നിട്ടുണ്ടോ? ആ തെണ്ടി ഇതെങ്ങാനും കണ്ടാൽ എന്നെ കളിയാക്കി കൊല്ലും. ഇല്ല, ഒരു കുഴപ്പവുമില്ല, എവരിത്തിങ് ഈസ് ഫൈൻ, വാ പോകാം എന്ന് പറഞ്ഞ് അവർ പോകും. ഇനി വേവേൻ്റെ റൂമിൽ അവൾ അങ്ങനെ ആലോചിച്ചിരിക്കുകയാണ്. ഇവിടെ എറിക്സി ആണെങ്കിൽ ഒരു മോൺസ്റ്ററിനെ കൊല്ലാൻ പെടാപ്പാട് പെടുകയാണ്. അതിൽ അവൾ സഹായത്തിനായി വേവേനെ വിളിക്കും. അവൾ അതൊന്നും കേൾക്കുന്നു പോലുമില്ല. അതിൽ അവൾ ഉച്ചത്തിൽ വേവേ എന്ന് വിളിക്കും. അത് കേട്ട് വേവേ ഞെട്ടി, ഇതിനെ കൊല്ലാൻ നീ എന്നെ ഒന്ന് സഹായിക്കേ, ഇവിടെ വാ. അങ്ങനെ അവളെ പിടിച്ച് ചെയറിലിരുത്തി ഷോൾഡറൊക്കെ മസാജ് ചെയ്യാൻ തുടങ്ങും. എന്നിട്ട് ജ്യൂസൊക്കെ കൊടുക്കാൻ നോക്കും. അതിൽ വേവേ പറയും, നീ എന്നെ ഡിസ്റ്റർബ് ചെയ്യല്ലേ, മുന്നിൽ നിന്ന് മാറ്. അങ്ങനെ വേവേ കളി തുടങ്ങും. പക്ഷേ അവൾക്കും അതിൽ ജയിക്കാൻ പറ്റില്ല. അത് കണ്ട് എറിക്സി നിലവിളിച്ചുകൊണ്ട്, നിനക്ക് എന്താ പറ്റിയത് വേവേ? എന്തെങ്കിലും അസുഖമുണ്ടോ എന്നൊക്കെ പറഞ്ഞ് അവളെ തൊട്ടു നോക്കും. വേവേ ഇങ്ങനെ തോറ്റത് അവൾക്ക് തന്നെ വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഗെയിമിലെ പുലിയല്ലേ. എന്നിട്ട് വേവേ എഴുന്നേറ്റിട്ട് എറിക്സിയോട് ചോദിക്കും, എറിക്സി,
നിനക്ക് ഈ ഗെയിമിൽ ഏതെങ്കിലും ഒരു നല്ല ഫ്രണ്ട് ഉണ്ടോ? അതിൽ എറിക്സി ആലോചിച്ചിട്ട് പറയും, യെസ് ഉണ്ട്. എന്തേ? നിനക്ക് എപ്പോഴെങ്കിലും ആ ഫ്രണ്ടിനെ നേരിട്ട് കാണണമെന്ന് തോന്നിയിട്ടുണ്ടോ? ഇല്ല. അതിലൊക്കെ എന്താപ്പോൾ കാര്യം? പെട്ടെന്നൊരു ദിവസം മുതൽ അവനെ ഈ ഗെയിമിൽ നിന്നും കാണാതായി. പിന്നെ ഒരിക്കലും അവൻ ഓൺലൈനിൽ വന്നില്ല. എല്ലാ ദിവസവും ഞങ്ങൾ ഒരുമിച്ച് ടാസ്ക് ചെയ്തും ഒരുപാട് സമയം സ്പെൻഡ് ചെയ്തും അങ്ങനെ കഴിയുന്ന സമയത്താണ് അവൻ അപ്രത്യക്ഷമായത്. പക്ഷെ നിനക്ക് ശരിക്കും അവൻ ആരാണെന്നും എവിടെ ഉള്ളവനാണെന്നും ഒന്നും അറിയില്ല. നീ ഒരിക്കൽ അവനെ ശരിക്കും കാണുകയാണെങ്കിൽ തന്നെ അറിയാതെ ഒരു അപരിചിതനെ പോലെ പോയി മറയും. ഗെയിം എന്ന് പറഞ്ഞാൽ അത് തന്നെയല്ലേ? ദിവസവും ഒരുപാട് പേര് കളി സ്റ്റാർട്ട് ചെയ്യും, വേറെ കുറേ പേര് നിർത്തിപ്പോകും, അങ്ങനെ തന്നെയല്ലേ? ശരിയാണല്ലേ. ഞാനും അങ്ങനെ തന്നെ ആയിരുന്നു വിചാരിച്ചിരുന്നത്. എന്നിട്ട് അവൾ മനസ്സിൽ വിചാരിക്കും, നെയ്ഹെ പോയപ്പോൾ മാത്രം എനിക്കെന്താ ഇങ്ങനത്തെയൊക്കെ ഒരു ഫീലിംഗ്. വേവേ എന്താ പ്രശ്നം? ഒന്നുമില്ല, ഞാൻ പഠിക്കാൻ പോകാണ് എന്നും പറഞ്ഞ് അവൾ പോകും. എറിക്സിക്ക് എന്തൊക്കെയോ ഫീൽ ചെയ്യുന്നുണ്ട്. അങ്ങനെ ലൈബ്രറിയിലെത്തിയ വേവെ നെയ്ഹെ അന്ന് ഉണ്ടാക്കി കൊടുത്ത വീഡിയോ കോൺടെസ്റ്റിന് വേണ്ടി ഉണ്ടാക്കി കൊടുത്ത വീഡിയോ ആണ് കേട്ടോ. അത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് അവൾ മനസ്സിൽ വിചാരിക്കും, ഒരുപാട് ആളുകൾ ഈ ഗെയിമിൽ നിന്നും ഒരു മുന്നറിയിപ്പുമില്ലാതെ എന്നിൽ നിന്നും ഗുഡ് ബൈ പറഞ്ഞു പോയിട്ടുണ്ട്. നെയ്ഹയും അതുപോലെ പോയോ? ഈ ഒരു വീഡിയോ മാത്രമാണ് ഞാനും നെയ്ഹയും തമ്മിലുള്ള ബന്ധത്തിനുള്ള ആകെയുള്ള ഒരു തെളിവ്. അവൻക്ക് ഒറ്റൊരു ദിവസം കൊണ്ട് ഇതൊക്കെ ഉപേക്ഷിച്ച് പോകാൻ കഴിഞ്ഞു. പിന്നെ എനിക്ക് എന്താണ് ഇത്ര പ്രശ്നം? നെയ്ഹ അപ്രത്യക്ഷമായെന്ന് വിചാരിച്ച് ഞാനെന്തിനാ പിന്നെ ഗെയിം ലോഗിൻ ചെയ്യാതെ നിൽക്കുന്നത്? ഞാനെന്തിനാ ഗെയിം ലോഗിൻ ചെയ്യാൻ പേടിക്കുന്നത്? എന്നിട്ട് അവൾ അങ്ങനെ ആലോചിച്ച് വീഡിയോ കണ്ട് കരയാണ്. പെട്ടെന്ന് അവൾ ലാപ്പൊക്കെ അടച്ച് കണ്ണുനീരൊക്കെ തുടച്ച് ഞാൻ എന്തിനാ ഇത്ര സെൻറ്റിമെൻ്റലാകുന്നത് എന്നൊക്കെ അങ്ങനെ ആലോചിച്ചിരിക്കുകയാണ്. ഒരു മിനിറ്റ്, എനിക്ക് അവനെ ശരിക്കും ഇഷ്ടമാണോ? ഇവിടെ നെയ്ഹെ നീനിനോട് ചോദിക്കുകയാണ് വേവേനെ പറ്റി. അതിൽ നീനി പറയും, അവൾ അന്ന് 8:03 വരെ ഓൺലൈനിൽ വന്ന് നിന്നെ വെയിറ്റ് ചെയ്തിരുന്നു. അതുവരെ എനിക്ക് അറിയുള്ളൂ. പിന്നെ അവൾ ഇതുവരെ ഓൺലൈനിൽ വന്നിട്ടില്ല. എന്നിട്ട് അവൾ ചോദിക്കും, നീ എന്തേ അന്ന് വരാതിരുന്നത്? അന്ന് മത്സരത്തിൻ്റെ ലാസ്റ്റ് മിനിറ്റ് വരെ അവൾ എന്നോട് പറഞ്ഞത് നീ എന്തായാലും വരും എന്ന് പറഞ്ഞ് നിന്നെ വെയിറ്റ് ചെയ്യായിരുന്നു വേവേ. സോറി, എനിക്കെന്താ സംഭവിച്ചതെന്ന് ആദ്യം അവളോട് തന്നെ പറയണം. അതിൽ ഫ്രണ്ട് പറയും, നെയ്, ഞാൻ അറിഞ്ഞത് നീ അന്ന് വരാത്തത് കൊണ്ട് എല്ലാവരും അവളെ പബ്ലിക് ചാറ്റ് റൂമിൽ വെച്ച് തെറി പറഞ്ഞു എന്നാണ്. ഇതിനൊക്കെ കാരണക്കാരൻ ഞാനാണ്. നിനക്ക് വേണ്ടി ഞാൻ അവളോട് മാപ്പ് പറയും. അതിൽ അടുത്ത ഫ്രണ്ട് പറയും, അതിന് ഇവിടെ പ്രധാന പ്രശ്നം അവൾ ഗെയിം ലോഗിൻ ചെയ്യുന്നില്ല എന്നാണ്. അപ്പോൾ ആ പ്രശ്നത്തിന് ശേഷം മിസ്സിസ് നെയ് ലോഗിൻ ചെയ്യുന്നില്ലല്ലേ? അതിനർത്ഥം നെയ്, നിന്നെ അവൾ ഒഴിവാക്കിയോ? നീ വീണ്ടും സിംഗിളായോ? അതിനു മുമ്പ് നെയ്, അവൾ നെറ്റ് യൂസ് ചെയ്താൽ അവളെ ട്രാക്ക് ചെയ്ത് കണ്ടുപിടിച്ചോളും. എന്നിട്ട് നിങ്ങൾക്ക് നേരിട്ടൊന്ന് കണ്ടുകൂടെ? നെയ് അതിന് റെഡിയാണോ? അവൻ അതിനൊന്നും മിണ്ടാതെ ലാപ്പ് നോക്കുന്നത് കണ്ട ഫ്രണ്ട്, നീ എന്താ ഈ കാണുന്നത് എന്നും പറഞ്ഞ് അവൻ്റെ ലാപ്പിൽ നോക്കിയിട്ട് പറയും, നീ ആ വീഡിയോ ഇരുന്ന് കാണുകയാണോ? അതിൽ അവൻ പറയും, ഞാനല്ല, വേവേ ഇപ്പോൾ ഇത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതിൽ ഫ്രണ്ട്സ് ഷോക്കായി ഓടി വന്ന് നോക്കിയിട്ട് പറയും, നീ അവളെ കമ്പ്യൂട്ടർ ഹാക്ക് ചെയ്തോ? അവൾ ആരാണെന്ന് മനസ്സിലായോ? ഞാൻ എന്നാണ് ഡിസ്ചാർജ് ചെയ്യുമെന്ന് പറഞ്ഞത്? കുറച്ച് ദിവസം കൂടെ, ഫുൾ റിക്കവർ ആവട്ടെ. അതിൽ നെയ് ഫ്രണ്ടിനോട് പറയും, നീ എനിക്കൊരു ഹെൽപ്പ് ചെയ്യണം. ഈ ഗെയിമിൽ നീ കുറച്ച് നിൻ്റെ കാര്യങ്ങൾ ചെയ്ത് വേവേ ഗെയിം ലോഗിൻ ചെയ്താൽ അപ്പോൾ എൻ്റെ ഫോണിലോട്ട് ഓട്ടോമാറ്റിക്കായിട്ട് മെസ്സേജ് വരണം. ഓക്കെ, ഞാൻ ചെയ്യാം. രാത്രി ആയിട്ടും അവൾ അങ്ങനെ ആ വീഡിയോ വീണ്ടും വീണ്ടും കണ്ടുകൊണ്ടിരിക്കുക തന്നെയാണ്. അത് നെയ്യും കാണുന്നുണ്ട്. അവൻക്ക് അവളെ കൂടെ കണ്ട് കഴുത്തുവേദനയൊക്കെ വരാൻ തുടങ്ങി. എന്നിട്ട് അവൻ കിടന്നുകൊണ്ട് വിചാരിക്കും, നിനക്ക് ആ വീഡിയോ ഇത്ര ഇഷ്ടപ്പെട്ടോ വേവേ, ഇത്ര അധികം കാണാൻ? അങ്ങനെ നെയ് വേവേനെയും വേവേ നെയ്നെയും ഓർത്തുകൊണ്ട് അങ്ങനെ കിടക്കുകയാണ്. അടുത്ത ദിവസം ക്ലാസ് കഴിഞ്ഞ് സങ്കടപ്പെട്ടു പോകുന്ന വേവേനെ കേവോ കാണുകയാണ്. കേവോ അവളെ അടുത്തു പോകാൻ നിൽക്കുമ്പോഴേക്കും വേവേ അവിടെ നിന്നു പോകും. വേവേൻ്റെ മുഖം കണ്ടിട്ട് കേവോക്ക് മനസ്സിലാകും അവൾക്ക് എന്തോ ഒരു പ്രശ്നമുണ്ടെന്ന്. അടുത്ത ദിവസം എറിക്സി കേവോൻ്റെ ക്ലാസ്സാണ്. കേവോ അവൾക്ക് സീറ്റൊക്കെ പിടിച്ച് അവൾക്ക് കുടിക്കാനൊരു ഡ്രിങ്ക്സൊക്കെ വാങ്ങിച്ച് അവളെയും വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എറിക്സി വേവേൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണെന്ന് കേവോക്ക് മനസ്സിലായി. സോ വേവേനെ വളക്കാൻ ഇനി എറിക്സി വഴിയാണ് അവൻ്റെ പ്ലാൻ. ആസ് യൂഷ്വൽ എറിക്സി ലേറ്റായി എത്തി. അവളെ കണ്ട് കേവോ, ഇങ്ങോട്ട് പോരി, ഇവിടെ സീറ്റുണ്ടെന്ന് ആംഗ്യ ഭാഷയിൽ പറയും. എറിക്സിക്ക് അവനെ കണ്ട് അത്ര സുഖിച്ചിട്ടില്ല. അവൾ വേറെ എവിടെയെങ്കിലും സീറ്റുണ്ടോ എന്ന് നോക്കുകയാണ്. എന്നിട്ട് ഇല്ലാത്തത് കൊണ്ട് കേവോൻ്റെ അടുത്തോട്ട് തന്നെ പോകും. അങ്ങനെ അവളോട് ഉള്ളിലോട്ട് ഇരിക്കാൻ പറയും. അതിൽ അവൾ ചോദിക്കും, നിനക്കെന്താ പറ്റിയത് ഇത്ര ഡീസൻ്റൊക്കെ ആവാൻ? നമ്മൾ ക്ലാസ്മേറ്റ്സ് അല്ലേ, അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ സഹായിക്കണം. എന്നിട്ട് ആ ഡ്രിങ്ക്സ് എടുത്തു കൊടുക്കും. അവൾ ആദ്യം ഒന്ന് സംശയിച്ചാലും പിന്നെ അത് വാങ്ങിക്കും. അങ്ങനെ സീറ്റിലിരുന്ന അവൾ വീണ്ടും സീറ്റ് പൊട്ടി താഴെ വീഴും. അതിൽ കേവോ പിടിച്ച് എഴുന്നേൽപ്പിക്കും. അവൾക്ക് വേദന കൊണ്ട് എഴുന്നേൽക്കാൻ പറ്റുന്നില്ല. ആ സൗണ്ട് കേട്ട് ടീച്ചർ വഴക്ക് പറയും, നിങ്ങൾ രണ്ടുപേരും വീണ്ടും തുടങ്ങിയോ? ഞാൻ നിങ്ങളെ വാൺ ചെയ്യാണ്. ഇതൊരു ക്ലാസ് റൂമാണ്. വഴക്കുണ്ടാക്കാനാണെങ്കിൽ പുറത്തോട്ട് പോയിട്ട് മതി. അതിൽ കേവോ എഴുന്നേറ്റിട്ട് പറയും, സർ, ചെയർ പൊട്ടി എറിക്സി വീണതാണ്. അവൾക്ക് പരിക്ക് പറ്റിയിട്ടുണ്ട്. ഞാൻ അവളെ ഡോക്ടറിൻ്റെ അടുത്തോട്ട് കൊണ്ടുപോയിക്കോട്ടെ? എന്നിട്ട് അവളെയും കൊണ്ട് ഡോക്ടറിൻ്റെ അടുത്ത് പോകുകയാണ്. അതിൽ അവൾ ശരിക്കും നിൽക്കാനൊക്കെ നോക്കുന്നുണ്ട്. പക്ഷെ വേദന കൊണ്ട് പറ്റുന്നില്ല. അവൾ അങ്ങനെ ബാക്കും തടവിക്കൊണ്ട് പോകുകയാണ്. അതിൽ അവൾ ചോദിക്കും, നീ ഇത് മനഃപൂർവ്വം ചെയ്തതല്ലേ? ഒരിക്കലുമല്ല, സത്യം, എനിക്കറിയില്ലായിരുന്നു ആ ചെയർ വീണ്ടും പൊട്ടിയെന്ന്.
എറിക്സി പറയും, ഞാൻ എന്ന് നിന്നെ കണ്ടാലും അന്ന് എനിക്ക് എന്തേലും അപകടം പറ്റും. ഞാൻ അന്നും ഇന്നും എന്നും നിന്നോട് ചെയ്തതിന് സോറി. ഐ എം റിയലി സോറി. ഇപ്പോൾ ഞാൻ സിൻസിയറായിട്ട് നിന്നെ സഹായിക്കാൻ നോക്കിയതാ. സിൻസിയറോ? എന്താ പെട്ടെന്ന് നിനക്കൊരു സിൻസിയാരിറ്റിയൊക്കെ? നീ എനിക്ക് സീറ്റ് പിടിച്ച് തരുന്നു, ഡ്രിങ്ക് വാങ്ങിച്ചു തരുന്നു, എന്തോ കാര്യമുണ്ടല്ലോ. എന്താ അത്? സത്യം പറ. എന്നാ ഓക്കെ, ഞാൻ പറയാം. നിനക്ക് വേവേവേനെ അറിയോ? വേവേ എൻ്റെ റൂംമേറ്റാണ്. എന്താ കാര്യം? ആ, എനിക്ക് മനസ്സിലായി. നീ എനിക്ക് ഇതൊക്കെ കൈക്കൂലിയായി വാങ്ങിത്തന്ന് അവളെ കുറേ കാര്യങ്ങൾ ഞാൻ ചോർത്തി തരേണ്ടി വരുമല്ലേ? എന്നിട്ട് നിനക്ക് ഫോട്ടോ എടുത്ത് ന്യൂസാക്കിയിടാനല്ലേ? അത് കേട്ട് അവൻ തന്നെ മേടിച്ചുകൊണ്ട്, നീ എന്തൊക്കെയായി പറയുന്നത്? അതൊന്നുമല്ല, ഞാൻ ഇനി അങ്ങനെ ഒന്നും ചെയ്യുമില്ല. അന്നൊരു മിസ്അണ്ടർസ്റ്റാൻഡിങ് ആണെന്ന് എനിക്ക് മനസ്സിലായി. അവളോട് ഞാൻ അപ്പോൾ തന്നെ മാപ്പും പറഞ്ഞതാ. അതല്ല, വേറൊരു കാര്യമുണ്ടെന്നും പറഞ്ഞ് ബാക്കി പറയാതെ അവൻ തലയും ചൊറിഞ്ഞ് നിൽക്കുന്നത് കണ്ട് എറിക്സി പറയും, നിനക്ക് വേവേവേനെ ഇഷ്ടമാണല്ലേ? നിനക്ക് മനസ്സിലായല്ലേ? അത് കേട്ട് അവൾ ദേഷ്യം പിടിച്ച് നിന്നെ ഞാൻ എന്നും പറഞ്ഞ് അവനെ അടിക്കാൻ പോകുമ്പോൾ അവളെ ബാഗ് ഒന്നുകൂടെ വേദന കൂടും. അതിൽ അവളെ ബാഗൊക്കെ അവൻ ശരിയാക്കി അവളെ സഹായിക്കുന്നത് കണ്ട് എറിക്സി പറയും, നീ ഒരു കാര്യം മനസ്സിലാക്കിക്കോ. നീ എന്നെ എത്ര സഹായിച്ചാലും അവളെ വളയ്ക്കാൻ ഞാൻ നിന്നെ സഹായിക്കില്ല. നീ എന്നെ അത്രയ്ക്ക് ഉപദ്രവിച്ച് എന്നൊക്കെ ദേഷ്യപ്പെട്ട് പറയുന്നത് കണ്ട് കേവ പറയും, ഓക്കെ ഫൈൻ, നീ എന്നെ സഹായിക്കണ്ട. പക്ഷെ ആദ്യം നമുക്ക് ഡോക്ടറിനെ കാണാൻ പോകാം. അങ്ങനെ ഡോക്ടറിനൊക്കെ കണ്ടു വരുന്ന വഴി കേവോ പറയും, ശരിക്കും സോറി, ഞാൻ ഇതിന് പകരം എന്താ നിനക്ക് ചെയ്തു തരേണ്ടത്? അവിടെ ഓയിൻമെൻ്റ് ഒന്നും തേച്ച് തരണം എന്നൊന്നും പറഞ്ഞേക്കരുത് കേട്ടോ. അത് കേട്ട് ദേഷ്യം വന്ന എറിക്സി, അനാവശ്യം പറയരുത് കേട്ടോ. പക്ഷെ ഞാൻ നിന്നെ ഒരിക്കലും വെറുതെ വിടില്ല. എന്നിട്ട് ആലോചിച്ചിട്ട് പറയും, നീ എനിക്ക് നല്ല ഒരു ടേസ്റ്റ് ഫുഡ് വാങ്ങിത്തരണം. ഓ അത്രേ ഉള്ളൂ? നിനക്ക് എന്താ വേണ്ടത്? നമുക്ക് ഇപ്പോൾ തന്നെ പോകാം. ഇപ്പോഴല്ല, ഇനി മുതൽ എനിക്ക് സുഖമാകുന്നത് വരെ ദിവസവും 3 നേരത്തെ ഫുഡ് വാങ്ങിക്കൊണ്ട് തരണം. ഈ അവസ്ഥയിൽ എനിക്കെങ്ങനെ ക്യാൻറ്റീനിലൊക്കെ പോയി വരി നിന്ന് ഫുഡ് വാങ്ങിക്കാൻ പറ്റാം? അത് കേട്ട് അവൻ കുറച്ചൊക്കെ സന്തോഷിച്ചിട്ട്, അവൻക്ക് കാര്യമുള്ള കാര്യമാണല്ലോ, എന്നിട്ട് പറയും, ഓക്കെ ശരി, ഞാൻ ഡെയിലി 3 നേരം ഫുഡും കൊണ്ട് നിൻ്റെ ഹോസ്റ്റലിലോട്ട് വരാം. പിന്നെ നിനക്ക് സുഖമാകുന്നത് വരെ ഡെയിലി ഹോസ്റ്റലിൽ കൊണ്ടാക്കി തരികയും ചെയ്യാം. അങ്ങനെ അവരൊരു ഡീലിലെത്തുന്നു. അടുത്ത ദിവസം രാവിലെ തന്നെ ഫുഡും കൊണ്ട് കേവോ എറിക്സിയും വെയിറ്റ് ചെയ്ത് അവളെ ഹോസ്റ്റലിൻ്റെ മുന്നിൽ നിൽപ്പാണ്. അതിൽ അവൾ വന്ന് പറയും, ഓ നീ ശരിക്കും ഫുഡൊക്കെ കൊണ്ടുവന്നോ? ഓഫ് കോഴ്സ്, ഇപ്പോൾ മനസ്സിലായില്ലേ ഞാൻ വാക്ക് പാലിക്കുന്ന ഒരാണാണെന്ന്? ഇതാ എന്നും പറഞ്ഞ് അവൾക്ക് അത് കൊടുക്കും. എന്നിട്ട് പറയും, അതിൽ 2 എണ്ണമുണ്ട്, ഒന്ന് നിനക്കും ഒന്ന് എന്ന് പറഞ്ഞ് തുടങ്ങുമ്പോൾ, വാവോ, നിനക്കെങ്ങനെ അറിയാം ഞാൻ 2 ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാറുണ്ടെന്ന്? ആൻഡ് ഈ ഡ്രിങ്ക്സും എനിക്കിഷ്ടമാണ്. അത് കേട്ട് അവൻ പിന്നെ ബാക്കിയൊന്നും പറയാതെ നിൽക്കും. എറിക്സി ആ ഡ്രിങ്ക് കുടിച്ചിട്ട് അവനോട് പറയും, ഞാൻ ഇതിൽ നിന്നും ഒരു ബ്രേക്ക്ഫാസ്റ്റ് എടുത്ത് വേവേവേക്ക് കൊടുക്കണം അല്ലേ? അതല്ലേ നിനക്ക് വേണ്ടത്? എന്നെ പറ്റിക്കാൻ നോക്കണ്ട. അതിൽ അവൻ ചോദിക്കും, വേവേവേക്ക് എന്തേലും പ്രോബ്ലം ഉണ്ടോ ഈയിടെയായിട്ട്? നിനക്കെങ്ങനെ അറിയാം? അവളെ ഞാൻ കണ്ടിരുന്നു. അപ്പോൾ അവൾ ഭയങ്കര മൂഡ് ഓഫ് പോലെ. നീ അവളെ റൂംമേറ്റ് അല്ലേ? എന്താ കാര്യം എന്ന് നിനക്കറിയോ? ഓഫ് കോഴ്സ് എനിക്കറിയാം. പക്ഷെ ഞാനതെന്തിന് നിന്നോട് പറയണം? ഞാൻ നിന്നോട് ഒരു തവണ പറഞ്ഞു അവളെ കാര്യങ്ങൾ ചോർത്താൻ വേണ്ടി നീ എനിക്ക് കൈക്കൂലിയായിട്ട് ഇതൊന്നും തരണ്ട എന്ന്. എന്നാൽ ശരിക്കും ഞാൻ ഇത് നിനക്ക് കൈക്കൂലിയായി തന്നത് തന്നെയാണ്. അതിൽ അവൾ ഷോക്കായിക്കൊണ്ട് പറയും, നീ അത് ഓപ്പണായി സമ്മതിക്കുകയും ചെയ്യുന്നുണ്ടല്ലേ? അതിൽ അവൻ പറയും, അതെ, ഞാനെന്തിനാ അത് മറച്ചു വെച്ച് നിൻ്റെ അടുത്ത് നിന്ന് അവളെ വിവരങ്ങൾ ചോർത്തണം? അതുപോലെ തന്നെ ഞാൻ വേവേനെ ഇഷ്ടപ്പെടുന്ന കാര്യവും നിന്നോട് മറച്ചു വെക്കാൻ ശ്രമിച്ചിട്ടില്ലല്ലോ. ഇനി നീ എന്നെ സഹായിച്ചില്ലേലും വേണ്ടില്ല, ഒരു കുഴപ്പവുമില്ല. ഞാൻ അതിൽ നിന്ന് ഒരിക്കലും പിന്മാറില്ല. അപ്പോൾ ഞാൻ വേറെ വഴി നോക്കും, അത്രേ ഉള്ളൂ. ആ ആത്മാർത്ഥമായ ഡയലോഗ് കേട്ടിട്ട് എറിക്സിൻ്റെ മനസ്സിലൊരു സ്പാർക്ക് വീണിട്ടുണ്ട്. അന്ന് രാത്രി കേവോ വേവയാണെന്ന് വിചാരിച്ച് എറിക്സിയോട് ചാറ്റ് ചെയ്യാണ്. മാസ്റ്റർ, നിനക്ക് എന്തേലും വിഷമമുണ്ടോ? എന്താ നിൻ്റെ മനസ്സിൽ? എന്നോട് പറയേ. ഒന്നുമില്ല, എനിക്ക് പെട്ടെന്ന് എന്നെയും ആത്മാർത്ഥമായി ഇഷ്ടപ്പെടുന്ന ഒരാളുണ്ടാകണം എന്നൊരാഗ്രഹം. അത് കേട്ട് ഒന്നും മനസ്സിലാവാതെ കേവോ, എന്നെപ്പോലുള്ള ഒരു പെണ്ണിനെ ആർക്കും ഒരു അട്രാക്ഷൻ ഉണ്ടാകൂലേ എന്നും പറഞ്ഞ് സങ്കടപ്പെട്ടിരിക്കും. അത് കേട്ട് അവൻ ഒറ്റയ്ക്ക് പറയും, ഒരുപാട് ആൾക്കാർക്ക് അട്രാക്ഷൻ ഉണ്ടായിട്ടുണ്ടാകും. പക്ഷേ അവർക്കാർക്കും നിന്നെ എങ്ങനെ വളക്കണമെന്നുള്ള കറക്റ്റ് മെത്തേഡ് അറിയുന്നുണ്ടാവില്ല. ഞാൻ ശരിയാക്കി തരാം എന്നും പറഞ്ഞ് ടൈപ്പ് ചെയ്യും. മാസ്റ്റർ വരൂ, ഞാനൊരു സംഭവം കാണിച്ചു തരാം. എങ്ങോട്ടാ? വാ, അവിടെ എത്തിയിട്ട് നേരിട്ട് കാണാം. അങ്ങനെ ഗെയിമിൽ അവർ 2 പേരും പോവുകയാണ്. ഒരുപാട് മിന്നാമിനുങ്ങുകളൊക്കെ ഉള്ള ഒരു സ്ഥലത്തെത്തും. അത് കണ്ട് എറിക്സി ഭയങ്കരമായിട്ട് സന്തോഷിക്കുകയാണ്. അങ്ങനെ അതും കണ്ട് ആസ്വദിച്ച് നിൽക്കുന്ന എറിക്സിയോട് കേവോ ഇനിയും കഴിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞ് കേവോ 5 വർക്സും കൂടി കാണിച്ചു കൊടുക്കും. അത് കണ്ട് അവൾ ഒന്നുകൂടെ ഹാപ്പിയാകും. അങ്ങനെ അവരത് മറന്ന് കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതിൽ എറിക്സി ചോദിക്കും, എന്താ ഇതൊക്കെ? എന്താ പെട്ടെന്ന് നിനക്കൊരു റൊമാൻറ്റിക് ആവലേ? നീ വേറെ പെണ്ണുങ്ങളെ വളക്കാൻ എന്നെ വെച്ച് പ്രാക്ടീസ് ചെയ്യാണോ? അതിൽ അവൻ പറയും, മാസ്റ്റർ, ഇപ്പോൾ എൻ്റെ ലെവലിൽ നിന്നെക്കാളും മുകളിലെത്തിയിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ഇനി നിൻ്റെ ശിഷ്യനായി നിൽക്കുന്നില്ല. അത് കേട്ട് അവൾ കുറുമ്പ് പിടിച്ചിട്ട് പറയും, എന്താ നീ നിൻ്റെ മാസ്റ്റർ ഒഴിവാക്കി പോവുകയാണോ? അങ്ങനെയല്ല വേവേ എന്ന് ടൈപ്പ് ചെയ്തതിന് ശേഷം വേവേ എന്ന് അവൻ മായ്ച്ചിട്ട് പകരം അവളുടെ ഗെയിമിൻ്റെ നെയിം കൊടുത്തിട്ട് പറയും, ശിഷ്യൻക്ക് പകരം എന്നെ നിൻ്റെ ഹസ്ബൻഡാക്കുമോ? നമുക്ക് ഗെയിമിൽ വിവാഹം കഴിക്കാം. അത് കണ്ട് എറിക്സി ഷോക്കായിക്കൊണ്ട്, അവൻ എന്നോട് എന്നെ ഇഷ്ടമാണെന്ന് പറയാണോ? അവൾ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടും.
എന്നിട്ടൊരു ദീർഘശ്വാസമൊക്കെ എടുത്തിട്ട് ശരി വിവാഹം കഴിക്കാം എന്ന് സമ്മതിക്കും. അത് കണ്ട് അവനും യെസ് എന്ന് പറഞ്ഞ് സന്തോഷം കൊണ്ട് ചെയറിൽ നിന്നൊക്കെ എഴുന്നേൽക്കും. പാവം അവൻ്റെ വിചാരം ഇത് വേവയാണ് പറയുന്നതെന്നാ. എറിക്സിയൊക്കെ ഇവിടെ സന്തോഷം കൊണ്ട് മതി മറന്ന് ചെയറിലൊക്കെ ഇരുന്ന് കറങ്ങുകയാണ്. ലൈബ്രറിയിൽ പഠിക്കാനിരിക്കുന്ന വേവെ വീണ്ടും ആ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതിൽ അവൾ ആലോചിക്കും, ഇപ്പോൾ എനിക്ക് നെയ്ഹനോട് ശരിക്കും എന്ത് ഫീലാണെന്ന് മനസ്സിലായല്ലോ. എന്നാൽ വേഗം ഇനി ലോഗിൻ ചെയ്ത് അവനോട് കാര്യം പറഞ്ഞാലോ? അങ്ങനെ ചെയ്താൽ മോശമാകൂലേ? അവൻ എന്താ എന്നെപ്പറ്റി വിചാരിക്കുക? വേണ്ട, ഇപ്പോൾ അതൊക്കെ വിട്. എക്സാമാണ് വരുന്നത്, ആദ്യം അതിന് പഠിക്ക്, എന്നിട്ടാവാം അവനെ കണ്ടുപിടിക്കലും തുറന്നു പറയലൊക്കെ എന്നൊക്കെ അവൾ സ്വയം ഉപദേശം കൊടുക്കുകയാണ്. എന്നിട്ട് ലാപ്പ് അടച്ച് വെച്ച് ബുക്ക് എടുത്ത് പഠിക്കാൻ തുടങ്ങും. വേവേൻ്റെ റൂമിലും എല്ലാവരും കാര്യമായിട്ടിരുന്ന് പഠിക്കുക തന്നെയാണ്. അതിൻ്റെ ഇടയിൽ ഫോൺ റിങ് ചെയ്യുന്നത് കേട്ട് വേവെ അറ്റൻഡ് ചെയ്യും. ഫെങ്ടൺ ടെക്കിൽ നിന്നുമാണ് കോള്. വേവയും നെയ്ഹയും ഉണ്ടാക്കിയ വീഡിയോ അവർക്ക് ഇഷ്ടമായി. അവർക്ക് ആ വീഡിയോ ആ ഗെയിമിൻ്റെ മാർക്കറ്റിംഗ് പ്രൊമോഷന് വേണ്ടി വാങ്ങിക്കാൻ താല്പര്യമുണ്ട്. അവളെ സംഭാഷണം കേട്ട് ടീംസൊക്കെ വന്ന് ഫോണിന് ചുറ്റും ചെവി ഓർത്ത് നിൽക്കുന്നുണ്ട് കേട്ടോ. അതിൽ വേവെ പറയും, ഞാൻ റീപ്ലൈ പിന്നെ തന്നാൽ മതിയോ? കാരണം ഞാൻ ഒറ്റയ്ക്കല്ല വീഡിയോ ഉണ്ടാക്കിയത്, എനിക്ക് അവരുമായി ഡിസ്കസ് ചെയ്യണം. അങ്ങനെ അവർ മൺഡേ വിളിക്കാം, അപ്പോൾ തീരുമാനം പറഞ്ഞാൽ മതി എന്നൊക്കെ പറഞ്ഞ് ഫോൺ കട്ട് ചെയ്യും. അങ്ങനെ അവൾ വീണ്ടും അവളെ സീറ്റിലോട്ട് തന്നെ വരുമ്പോൾ ഫ്രണ്ട്സ് പിന്നാലെ വന്ന് അവിടെ ഇരിക്കും. എന്നിട്ട് പറയും, നിന്നെ ഒരു സെക്കൻഡ് ആകെ മൂഡ് ഓഫ് ആയി കാണും, അടുത്ത സെക്കൻഡ് നീ ഭയങ്കര ഹാപ്പി ആയിട്ടുണ്ടാവും. നിൻ്റെ അവസ്ഥ ഒരിക്കലും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റൂല കേട്ടോ. അതൊക്കെ പോട്ടെ, ആരെ ഫോണിൽ എന്താ സംഭവം? നിങ്ങൾ കേട്ടില്ലേ? എന്തോ ഗെയിം എന്നൊക്കെ പറയുന്നത് മാത്രം കേട്ടു, ഒന്ന് വേഗം പറ, സസ്പെൻസ് ഇടാതെ. അതിൽ വേവെ പറയും, ഞങ്ങൾ അന്നൊരു വീഡിയോ ഉണ്ടാക്കിയത് ഓർമ്മയില്ലേ, കോൺടെസ്റ്റിന് വേണ്ടി? ആ വീഡിയോ ഫെങ്ടൺ ടെക്കിന് ഇഷ്ടമായി, അവരെ മാർക്കറ്റിങ്ങിന് വേണ്ടി ആ വീഡിയോ വാങ്ങിക്കോട്ടേ എന്ന്. അപ്പോൾ അവർക്ക് മനസ്സിലായോ നിന്നെപ്പറ്റി, നീ ആരാണെന്നും? മനസ്സിലായിട്ടുണ്ടാകും. അവർ എല്ലാവരുടെയും പേഴ്സണൽ ഇൻഫർമേഷൻ പ്രൊട്ടക്റ്റ് ചെയ്യും. അവിടുത്തെ സ്റ്റാഫിനല്ലാതെ വേറെ ആർക്കും അറിയാൻ ചാൻസ് ഇല്ല എൻ്റെ ഡീറ്റെയിൽസ്. മനസ്സിലായില്ലേ? എന്നാൽ ഇനി പോയി പഠിക്ക്, ഞാൻ കുറച്ച് നേരം കളിക്കട്ടെ എന്നും പറഞ്ഞ് സന്തോഷത്തോടെ ലാപ്പ് ഓണാക്കും. ബാക്കിയുള്ളവരൊക്കെ വീണ്ടും പഠിക്കാനും പോകും. ഗെയിമിൽ ഓൺലൈൻ ആയതും നെയ്ഹൻ്റെ മെസ്സേജ് വരും, വേവേ എൻ്റെ അടുത്തോട്ട് വാ, ഞാൻ വെയിറ്റ് ചെയ്യാണ്. ആ മെസ്സേജ് കണ്ട് അവൾ ആകെ ഹാപ്പിയാകും. എന്നിട്ട് വിചാരിക്കും, ഞാൻ എന്തിനാ വെറുതെ നെർവസ് ആകുന്നത്? അതിൻ്റെ ഇടയിൽ ഫ്രണ്ട് വന്ന് പറയും, മിസ്സിസ് നെയ്ഹെ, നീ എവിടെയായിരുന്നു ഇത്രയും കാലം? അന്ന് നെയ്ഹെ വരാത്തത് എൻ്റെ ഫോൾട്ട് കൊണ്ടാണ്. എന്തു പറ്റി? ബിസിനസ് മീറ്റിംഗ് കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ കാർ ഒന്ന് ആക്സിഡൻ്റായി, ഞാനായിരുന്നു ഡ്രൈവർ. അത് കേട്ട് വേവെ ഞെട്ടിക്കൊണ്ട്, നീ ഓക്കെ ആണോ? നീ ഓൺലൈൻ വന്ന സ്ഥിതിക്ക് ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. ഞാൻ ഓക്കെയാണ്. പെട്ടെന്നൊരു ട്രക്ക് ഓപ്പോസിറ്റിൽ സിഗ്നലും തെറ്റിച്ച് വരുന്നത് കണ്ട് നെയ്ഹെ സ്റ്റിയറിംഗ് തിരിച്ച്, അതുകൊണ്ട് വലിയൊരു അപകടത്തിൽ നിന്നും രക്ഷപ്പെട്ട് കാർ ഒരു മരത്തിലിടിച്ചു. എനിക്ക് കുഴപ്പമൊന്നുമില്ല. പക്ഷേ നെയ്ഹയ്ക്ക് ചെറുതായി തലയ്ക്ക് പരിക്കേറ്റു. കുറച്ച് ദിവസം അവൻ കോമയിലായിരുന്നു. ഇന്നലെയാണ് അവൻ ഉണർന്നത്. അതിൽ അവൾ ദേഷ്യപ്പെട്ടുകൊണ്ട്, ഇത്രയും ദിവസമായിട്ടും ഇന്നാണോ ഞാൻ ഇതൊക്കെ അറിയുന്നത്? ഞാൻ നെയ്ഹിനെ കണ്ടിട്ട് വരാം എന്നും പറഞ്ഞ് അവൾ പോകും. അങ്ങനെ ഗെയിമിൽ നെയ്ഹെ സൺസെറ്റും കണ്ടി നിൽക്കുകയാണ്. അതിൽ വേവെ ഓടി വന്നിട്ട് ദേഷ്യം പിടിച്ച് പറയും, നീ റെസ്റ്റ് എടുക്കാതെ ഗെയിമും കളിച്ചിരിക്കണോ? ഇപ്പോൾ എനിക്കൊരു കുഴപ്പവുമില്ല, എന്നാലും ഗെയിം കളിക്കണ്ട, നല്ലോണം ക്ഷീണം പറ്റും. അതിനുശേഷം ഞാൻ ഗെയിമൊന്നും കളിച്ചിട്ടില്ല, ഇപ്പോൾ വന്നതേ ഉള്ളൂ. ഇപ്പോൾ വന്നതോ? പിന്നെ ഞാൻ ലോഗിൻ ചെയ്തപ്പോൾ തന്നെ നിൻ്റെ മെസ്സേജ് വന്നതോ? അതിൽ അവനൊന്നും മിണ്ടാതെ അവളെ നോക്കി നിൽക്കുകയാണ്. നിൻ്റെ മുറിവ് ഇപ്പോഴും വേദനയുണ്ടോ? ഇല്ല, സോറി ഞാൻ അന്ന് വരാത്തതിൽ. അതൊന്നും കുഴപ്പമില്ല, നിനക്കൊന്നും പറ്റിയില്ലല്ലോ, അത് മതി. എന്നിട്ട് അവൾ വിചാരിക്കും, ഞാൻ കുറച്ച് ദിവസമായിട്ട് ഓൺലൈൻ ആയിട്ടില്ലല്ലോ, അപ്പോൾ നെയ്ഹ എന്നെ വെയിറ്റ് ചെയ്തിരിക്കായിരിക്കുമോ? അവനക്ക് മനസ്സിലായിട്ടുണ്ടാകുമോ അവനോടുള്ള എൻ്റെ ഫീലിങ്സ്? അതിൽ അവൾ പെട്ടെന്ന് പറയും, എനിക്ക് എക്സാം ആയതുകൊണ്ട് ഞാൻ കുറച്ച് ദിവസം ഓൺലൈനിൽ വന്നിട്ടില്ല. എനിക്കറിയാം. അതിൽ അവൾ വിചാരിക്കും, നിനക്കറിയാമെന്നോ? ഒരിക്കലുമില്ല. അപ്പോഴാണ് ഫെങ്ടൺ ടെക്കിൻ്റെ കാര്യം ഓർമ്മയായത്. എന്നിട്ട് അവനോട് പറയും, ഫെങ്ടൺ ടെക്ക് ഇന്ന് എനിക്ക് വിളിച്ചിരുന്നു. അവർക്ക് നമ്മൾ ഉണ്ടാക്കിയ ആ വീഡിയോ മാർക്കറ്റിംഗ് പ്രൊമോഷന് വേണ്ടി വേണമെന്ന് പറയുന്നു. ഞാൻ എന്താ ചെയ്യേണ്ടത്? അതിൽ അവൾ പറയും, അത് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയ കാര്യമാണ്, സോ നമുക്ക് നേരിട്ട് അതിനെപ്പറ്റി സംസാരിക്കാം. അത് കേട്ട് വേവെ ആകെ ഷോക്കാവും. ഇതാണ് എൻ്റെ ഫോൺ നമ്പർ, നോട്ട് ചെയ്തോളൂ എന്ന് പറഞ്ഞ് നമ്പർ കൊടുക്കും. അതിൽ വേവെ വേഗം അതൊരു ബുക്കിലോട്ട് എഴുതിയെടുക്കും. എന്നിട്ട് പറയും, എൻ്റെ അടുത്ത് ഫോണില്ല, മോഷണം പോയി, ഞാൻ പുതിയത് വാങ്ങിച്ചിട്ടില്ല. സാരമില്ല, നീ എൻ്റെ നമ്പറിലോട്ട് വിളിച്ചാൽ മതി. അത് കേട്ട് ത്രില്ലടിച്ചിരിക്കുകയാണ് അവൾ. എന്നിട്ട് ചോദിക്കും, ശരി നമ്മൾ എവിടെ നിന്നാണ് കാണുക? ഞാൻ ക്യൂങ് യൂണിവേഴ്സിറ്റിയിലാണ് പഠിക്കുന്നത്. നീയും ഈ ക്യാപിറ്റൽ സിറ്റിയിലുള്ളതല്ലേ? അതെ, ഞാൻ നിന്റെ കോളേജിൽ നിന്ന് പിക്ക് ചെയ്തോളാം. നീ എപ്പോഴാണ് ഫ്രീ ആകുക? എനിക്ക് നാളെ എക്സാം ഉണ്ട്, 11:30 കഴിയും. പിന്നെ ഞാൻ ഫ്രീ ആണ്. എന്നാൽ ഞാൻ 12 മണിക്ക് കോളേജിൻ്റെ ഗേറ്റിൽ വെയിറ്റ് ചെയ്യാം. അതിൽ അവൾ പെട്ടെന്ന് പറയും, എന്നാൽ 11:35 വെറുതെ അരമണിക്കൂർ കാത്തു നിൽക്കണ്ടല്ലോ. അപ്പോഴാണ് ആ ലാസ്റ്റ് പറഞ്ഞത് അബദ്ധമാണെന്ന് അവൾക്ക് മനസ്സിലായത്. അവനെ കാണാൻ ഒരു അരമണിക്കൂറും കൂടെ വെയിറ്റ് ചെയ്യാൻ പറ്റാതെ അത്രയ്ക്കും ധൃതിയുണ്ടെന്ന് മനസ്സിലാക്കിയിട്ടുണ്ടാവുമോ? എന്നിട്ട് അവൾ വേഗം ടൈപ്പ് ചെയ്യും, അപ്പോൾ നാളെ വിളിക്കാം, ഞാൻ പോയി, ബായ് എന്നും പറഞ്ഞ് അവൾ പെട്ടെന്ന് ഓഫ്ലൈൻ ആകും. അത് കണ്ട് നെയ്ക്ക് കാര്യം മനസ്സിലായി അവനൊന്ന് പുഞ്ചിരിക്കും. വേവെ ലാപ്പൊക്കെ അടച്ച് ഓടി അവളുടെ ഡ്രസ്സ് കളക്ഷൻസ് നോക്കും.
അത് കണ്ട് പഠിച്ചുകൊണ്ടിരിക്കുന്ന ഫ്രണ്ട്സ് അന്തം വിട്ട് നോക്കുകയാണ്. അവിടെ അവൾക്ക് നല്ല ഡ്രസ്സൊന്നും കാണാത്തത് കൊണ്ട് അടുത്ത ആളുടെ ഷെൽഫിലോട്ട് ഓടും. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടക്കുന്ന വേവേവേനെ കണ്ട് ഫ്രണ്ട്സും പഠിക്കുന്നിടത്തു നിന്ന് എഴുന്നേറ്റ് അവളുടെ അടുത്ത് പോയി ചോദിക്കും, വേവേവേ നീ എന്താ ഇങ്ങനെ ഓടി നടന്ന് തിരയുന്നത്? അതിൽ അവൾ പറയും, നിങ്ങൾക്ക് ആർക്കെങ്കിലും എൻ്റെ കൂടെ ഷോപ്പിങ്ങിന് വരാൻ താല്പര്യമുണ്ടോ? അത് കേട്ട് നമ്മുടെ എറിക്സിൻ്റെ കണ്ണ് വരെ തള്ളിപ്പോയി. അങ്ങനെ ഷോപ്പിൽ എറിക്സി പറയും, എന്നാലും നമ്മുടെ വേവേക്ക് എന്ത് പറ്റി? അവൾക്കൊക്കെ ഡ്രസ്സ് എടുക്കാൻ വേണ്ടി കമ്പനി വരുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല എന്നൊക്കെ അവരങ്ങനെ സംസാരിച്ചിരിക്കുകയാണ്. അതിൽ ഈ ഡ്രസ്സ് എങ്ങനെയുണ്ട്, കൊള്ളാമോ എന്ന ചോദ്യം കേട്ട് അവർ നോക്കുമ്പോൾ നല്ല സൂപ്പർ ഒരു റെഡ് ഡ്രസ്സൊക്കെ ഇട്ട് മുടിയൊക്കെ പോണിറ്റെയിലാക്കി അതീവ സുന്ദരിയായി ഡ്രസ്സിംഗ് റൂമിൽ നിന്ന് നമ്മുടെ വേവേവേ ഇറങ്ങി വരികയാണ്. അത് കണ്ട് ഫ്രണ്ട്സൊക്കെ ഷോക്കായി. നമ്മുടെ ഇറിക്സിയൊക്കെ അവളെ കണ്ട് വാ തുറന്ന് നോക്കി നിൽക്കും. അങ്ങനെ ലവ് ഓ ടു ഓ എപ്പിസോഡ് 9 ഇവിടെ അവസാനിക്കുന്നു. എന്നും പറയുന്നത് പോലെ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.